നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP രണ്ടാം സെമസ്റ്റർ BA വിദ്യാർത്ഥികളുടെ AEC എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവർത്തനം എന്ന ടോപ്പിക്കാണ്. അറിയാലോ, വിവർത്തനം, ട്രാൻസ്ലേഷൻ, ഒരു ഭാഷയിലുള്ളത് വേറൊരു ഭാഷയിലേക്ക് മാറ്റാം. അതിനെക്കുറിച്ച് ആധികാരികമായും അല്ലാതെയും നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, കോമൺ ആയിട്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോ വിവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ വിവർത്തനം എന്നുള്ളത്. ട്രാൻസ്ലേഷൻ ആണ്, ഒരു ഭാഷയിലുള്ളത് വേറൊരു ഭാഷയിലേക്ക് മാറ്റുന്ന പരിപാടിയാണ്. എന്നാൽ അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഫോർമൽ ആയിട്ട് എങ്ങനെ പറയും നമുക്ക് നോക്കാം. വിവർത്തനം ഒരു പദത്തിന്റെയോ വാക്യത്തിന്റെയോ ഗ്രന്ഥ സന്ദർഭത്തിന്റെയോ പുസ്തകത്തിന്റെയോ അർത്ഥം മറ്റൊരു ഭാഷയിൽ ആവിഷ്കരിക്കുന്നതാണ് നിഘണ്ടു നിർവചന പ്രകാരം വിവർത്തനം. അത് വിശദീകരിക്കുന്നതിന് മുമ്പേ നോട്ട്സ് ഒക്കെ റെഡിയാണ്. ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്കിലൂടെ ഗ്രൂപ്പിലേക്ക് കയറിക്കോളൂ, നോട്ട് അയച്ചു തന്നോളൂ കേട്ടോ. അപ്പൊ എന്താ വിവർത്തനം? ഒരു പദത്തിന്റെ അല്ലെങ്കിൽ വാക്യത്തിന്റെ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥ സന്ദർഭത്തിന്റെ, അതും അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ, ഇതിന്റെയൊക്കെ അർത്ഥം മറ്റൊരു ഭാഷയിൽ ആവിഷ്കരിക്കുന്നതാണ് നിഘണ്ടു നിർവചന പ്രകാരം ഡിക്ഷണറി പ്രകാരം വിവർത്തനം എന്ന് പറയുന്നത്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഒരു ഭാഷയിലുള്ളത് വേറൊരു ഭാഷയിലേക്ക് മാറ്റാം, അതാണ് വിവർത്തനം. ഇനി ഏതൊരു വിവർത്തനത്തിലും രണ്ട് തലമുണ്ടല്ലോ, രണ്ട് ഭാഗം ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോ മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലേക്കാണ് മാറ്റുന്നത് വിചാരിച്ചോ. അപ്പൊ മലയാളമുണ്ട്, അപ്പുറം ഇംഗ്ലീഷ് ഉണ്ട് അല്ലെ. ഏത് ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്യുന്നോ ആ ഭാഷയെ സ്രോത ഭാഷ എന്ന് പറയുന്നു. ഏത് ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്യുന്നോ ആ ഭാഷയാണ് സ്രോത ഭാഷ. എനിക്ക് മലയാളം ഇംഗ്ലീഷിലാക്കണം, അപ്പൊ മലയാളമാണ് സ്രോത ഭാഷ. ഏത് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നുവോ ആ ഭാഷയെ ലക്ഷ്യഭാഷ എന്ന് പറയുന്നു. അപ്പൊ മലയാളത്തെ ഇംഗ്ലീഷിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലേക്കല്ലേ മാറ്റിയത്. സോ ഇംഗ്ലീഷ് ആണ് ലക്ഷ്യഭാഷ. വാക്കിലുണ്ട് ലക്ഷ്യം, ലക്ഷ്യഭാഷ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇംഗ്ലീഷിലേക്ക് എത്തലാണ്. സ്രോത ഭാഷ സോഴ്സ് ആണ്. സോഴ്സ് എവിടുന്നാണ്, ഉത്ഭവം എവിടുന്നാണ്? പിന്നെ ഈ പറഞ്ഞ മലയാളത്തിനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നത്. അപ്പൊ മലയാളം ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ മലയാളം സ്രോതഭാഷ, ഇംഗ്ലീഷ് ലക്ഷ്യഭാഷ. ഇനി ഇംഗ്ലീഷ് മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷാണ് സ്രോതഭാഷ. ലക്ഷ്യഭാഷ, ലക്ഷ്യം മലയാളത്തിലേക്കാണ് മാറ്റാനുള്ളത്, അതാണ് ലക്ഷ്യഭാഷ. ക്ലിയർ? സ്രോതഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയങ്ങൾ, ഓക്കെ, ഏത് ഭാഷയിൽ നിന്നാണോ അങ്ങോട്ടേക്ക് മാറ്റുന്നത് അതാണല്ലോ സ്രോതഭാഷ. സ്രോതഭാഷയിൽ നിന്ന് ആവിഷ്കരിക്കപ്പെട്ട ആശയങ്ങൾ കഴിയുന്നത്ര ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ ലക്ഷ്യഭാഷയിൽ ആവിഷ്കരിക്കുന്ന പ്രക്രിയയാണ് വിവർത്തനം എന്ന് പറയാം അല്ലെ. അതായത് മലയാളത്തിലുള്ള ഇപ്പൊ ഇംഗ്ലീഷിലേക്കാണ് നമ്മൾ ആക്കുന്നതെങ്കിൽ മലയാളത്തിലുള്ളത് ഉള്ള ആ ഒരു പാഠം കഴിയുന്നത്ര ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ, ഒന്നും കൂടി പോവാതെ ഒന്നും കുറഞ്ഞു പോവാതെ പരമാവധി ലക്ഷ്യഭാഷയിലേക്ക്, ഇംഗ്ലീഷിലേക്കാണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന പരിപാടിയാണ് എന്ത്? വിവർത്തനം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ട്രാൻസ്ലേഷൻ എന്താന്ന്. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കുറച്ചുകൂടി നല്ല വാചകങ്ങളിൽ എഴുതണമല്ലോ. ഇനി വിവർത്തനത്തിന് 900 പേരുകളുണ്ട് കേട്ടോ. വിവർത്തനം എന്ന് പറയും, പരിഭാഷ എന്ന് പറയും, വിവർത്തനം തന്നെയാണ്, ട്രാൻസ്ലേഷൻ തന്നെയാണ്. തർജ്ജമ എന്ന് പറയും, നിങ്ങൾക്കറിയാം. മൊഴി മാറ്റം എന്ന് പറയും, അതെ, ഈ ഭാഷയിലുള്ള മൊഴിയെ വേറൊരു ഭാഷയിലേക്ക് മാറ്റി, മൊഴി മാറ്റം. ഭാഷാന്തരം, ഭാഷ കടന്നപ്പുറത്തേക്ക് വേറെ ഭാഷയിലേക്ക് പോയി, ഭാഷാന്തരം എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അപ്പം വിവർത്തനം തന്നെ പരിഭാഷ, തർജ്ജമ, മൊഴിമാറ്റം, ഭാഷാന്തരം എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഇനി ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്കുള്ള ആശയ സംക്രമണം കൂടിയാണ് വിവർത്തനം. ശരിയല്ലേ? നമ്മളിപ്പം ഇംഗ്ലീഷ് മലയാളം പോട്ടെ, അതിനേക്കാൾ അപ്പുറത്തോട്ട് എനിക്ക് സത്യത്തിൽ പേഴ്സണലി ഈ വിവർത്തന കൃതികൾ വലിയ ഇഷ്ടമല്ല. എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ഒഴുക്കില്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം നമ്മള് കവിതയുടെ ഒക്കെ വിവർത്തനം പഠിക്കുമ്പോൾ പറയും വിവർത്തനത്തിൽ നഷ്ടപ്പെടുന്നത് എന്തോ അതാണ് കവിത എന്ന്. കവിത എന്ന് പറയുന്നത് വെറും അതിലുള്ള അർത്ഥമോ ആശയമോ കാര്യമോ മാത്രമല്ലല്ലോ, അതിനേക്കാളൊക്കെ ആശയത്തിൽ കവി നമുക്ക് ഫീൽ ചെയ്യുന്ന എന്തോ വലിയ സംഭവമല്ലേ കവിത. ഒരു ഇംഗ്ലീഷ് കവിത മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് വായിക്കുമ്പോഴത്തേക്ക് എനിക്കതിൽ എന്തോ ഒരു കുറവുള്ളത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. പൊതുവെ വിവർത്തന കൃതികൾ വായിക്കുമ്പോഴൊക്കെ ആ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് പൊതുവെ വിവർത്തന കൃതികൾ വായിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. അത് ഞാൻ ഇവിടെ എടുത്തു പറയാനുള്ള കാരണം ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്കുള്ള ആശയ സംക്രമണം കൂടിയാണ് വിവർത്തനം. എനിക്കിത് ഒരു ഒഴുക്കില്ലാത്തത് കൊണ്ട് ഇഷ്ടമില്ല എന്ന് പറയുമ്പോഴും ഞാൻ ഈ റഷ്യൻ കൃതികളുടെ ഒക്കെ മലയാളം വായിക്കുമ്പോൾ, ഈ ദസ്തയേവ്സ്കി ഒക്കെ വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഴുത്താണ്. ഇതെങ്ങാനും ട്രാൻസ്ലേഷൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വായിക്കാനുള്ള അറിവ് കിട്ടുമായിരുന്നോ? കാരണം ലോകത്ത് വേറെ ഏതോ ലാംഗ്വേജിൽ എഴുതപ്പെട്ട ഒരു കൃതി ട്രാൻസ്ലേഷൻ അഥവാ വിവർത്തനം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിലെ കോഴിക്കോട് ഇരിക്കുന്ന എനിക്ക്
വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ ഈ റഷ്യൻ കൃതികളൊക്കെ മലയാളത്തിൽ വായിക്കുമ്പോൾ അവിടുത്തെ സംസ്കാരം കൂടിയാണ് വണ്ടിയേറി അക്ഷരമേറി മലയാളത്തിലേക്ക് വായനക്കാരുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോ ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്കുള്ള റഷ്യൻ കൃതി ഞാൻ അവിടെ എഴുതിയ റഷ്യൻ കൃതി ഞാൻ ഇവിടെ മലയാളത്തിൽ വായിക്കുമ്പോൾ ആ സംസ്കാരത്തിൽ നിന്ന് ഈ സംസ്കാരത്തിലേക്കുള്ള ആശയ സംക്രമണം കൂടി, ആശയത്തിന്റെ മാറ്റം കൂടിയാണ് ആക്ച്വലി വിവർത്തനം. ശരിക്കും നമ്മളെ ഒരു വിശ്വ പൗരനാക്കുന്നത്, ആ ഒരു ലോക പൗരനാക്കി മാറ്റുന്നത് ഈ വിവർത്തനമൊക്കെ കൊണ്ടുകൂടിയാണ് അല്ലെ. നമ്മൾ വിവർത്തനം പറയുമ്പോൾ പുസ്തകം മാത്രം വിചാരിക്കല്ലേ നിങ്ങൾ. ഇപ്പൊ ഇന്ത്യൻ ഭാഷയിൽ തന്നെയുള്ള ഒരു മറ്റൊരു ഭാഷയിൽ ഇറങ്ങിയ പടം, പോട്ടെ വേറെ ഏതെങ്കിലും ഭാഷയിൽ ഇറങ്ങിയ ഒരു പടം, ആ സിനിമ നമ്മൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് കാണുന്നില്ലേ? വിവർത്തനം തന്നെയാണ്. ഓക്കെ, ഇപ്പൊ പരസ്യങ്ങൾ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ശൗചാലയം, എവിടെ ചിന്തിക്കുന്നോ അവിടെ ശൗചാലയം. വിദ്യാഭ്യാസത്തിന്റെ പരസ്യം അതുപോലെ മലയാളത്തിലേക്ക്, അതൊക്കെ നമുക്ക് വിവർത്തനമായിട്ട് തന്നെ കാണാം കേട്ടോ. പിന്നെ ഇപ്പം ഈ വിവർത്തനം എന്ന് പറയുമ്പോൾ വെറും സാഹിത്യ കൃതിയിലേക്ക് മാത്രം നിങ്ങൾ ഒതുങ്ങണ്ട. ഡബ്ബിങ്ങും അതുപോലെ തന്നെ പരസ്യങ്ങളുടെ വിവർത്തനവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു ദേശത്തെ അനുഭവങ്ങൾ മറ്റൊരു ദേശത്തേക്ക് പരിഭാഷ ചെയ്യുമ്പോൾ വിവർത്തകർ രണ്ട് സംസ്കാരങ്ങളെ കൂട്ടിയിണക്കുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആ റഷ്യനൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് വായിക്കുമ്പോൾ ആ വിവർത്തനം ചെയ്ത് നാളെ എനിക്ക് ചെയ്ത വലിയ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ കൾച്ചർ എനിക്ക് ഇവിടെ ഇരുന്ന് വായിക്കാൻ പറ്റിയില്ലേ. ഞങ്ങൾ രണ്ടിനെയും കണക്ട് ചെയ്യാണ് ആ വിവർത്തകൻ അവിടെ ചെയ്തത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ്, ഊഹിക്കാൻ പറ്റുമോ? ബൈബിൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ. ഇനി എന്താണ് പദാനുപദ വിവർത്തനം? വിവർത്തനം പലതരത്തിലുണ്ട്, നമുക്ക് ഓരോന്ന് പഠിക്കാം. പദാനുപദ വിവർത്തനം, പദ അനുപദ വിവർത്തനം, വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ. അതായത് വാക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവല്ലോ. മൂലകൃതിയോട് കഴിയുന്നത്ര, ഈ മൂലകൃതി എന്ന് പറയുന്നത് ഞാൻ ഒരു കൃതിയെ വേറൊരു ഭാഷയിലേക്ക് മാറ്റുമ്പോൾ ഏത് കൃതിയാണോ മാറ്റുന്നത് അതാണ് മൂലകൃതി. ഉദാഹരണത്തിന് മലയാളത്തിൽ നിന്ന് ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു പോയ ഒരു കൃതിയാണ് ചെമ്മീൻ. അപ്പൊ ചെമ്മീൻ ഞാൻ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഇവിടുത്തെ മൂലകൃതി എന്ന് പറയുന്നത് ചെമ്മീനാണ്. ബഷീറിന്റെ ഒരു കൃതി, ഇപ്പം പ്രേമലേഖനം ഞാൻ അങ്ങോട്ടേക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ മൂലകൃതി പ്രേമലേഖനമാണ്. മനസ്സിലായോ? അപ്പൊ മൂലകൃതിയോട് കഴിയുന്നത്ര അടുത്ത് പദത്തിന് പദവും വരിക്ക് വരിയും തുടർന്ന് വാക്യവും സമ്പൂർണമായി വിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് പദാനുപദ വിവർത്തനം. മനസ്സിലായോ? അതായത് ഞാനിപ്പോ ചെമ്മീൻ വേറൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അതേ സെന്റൻസ് അതുപോലെ തന്നെ വേറെ ഭാഷയിലേക്ക് മാറ്റി വിചാരിക്കും. പ്രത്യേകിച്ച് ലിറ്ററേച്ചർ സാധനങ്ങൾ, സാഹിത്യം സാധനങ്ങൾ അങ്ങനെ അതേ വരി വേറൊന്നിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഫുൾ കോമഡി ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന അർത്ഥം കിട്ടൂല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ നോക്കിയാൽ മതി. അവിടെ ചെന്നിട്ട് നമ്മൾ ഇംഗ്ലീഷിന്റെ മലയാളം ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെയുള്ള പദാനുപദ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ തന്നാല് പലപ്പോഴും അർത്ഥം മാറി കോമഡി ആയി പോകും. അപ്പൊ ഒരിക്കലും സാഹിത്യ കൃതികളൊന്നും, കവിതയൊന്നും, പ്രത്യേകിച്ച് നോവല്, കഥയൊന്നും ഈ പദാനുപദ വിവർത്തനം നടത്തിയാൽ നന്നാവില്ലല്ലോ. ഒരു വാക്ക് അതേപോലെ വിവർത്തനം ചെയ്തു വെച്ചാൽ നമുക്ക് വിവർത്തനം എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു ലാംഗ്വേജിലുള്ളത് ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആ വാക്കിനേക്കാൾ അപ്പുറം ആ സംസ്കാരമല്ലേ നമുക്ക് കിട്ടേണ്ടത് സാഹിത്യ കൃതികൾ മാറ്റുമ്പോഴത്തേക്ക്. അതുകൊണ്ട് അവിടെ സാഹിത്യ കൃതികളെ വിവർത്തനം ചെയ്യുമ്പോൾ ഈ പദാനുപദം വേർഡ് ബൈ വേർഡ് ഓരോ വരിയും കോമയും കുത്തും വരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അത്ര നന്നാവില്ല. അപ്പൊ എന്താണ് ഈ പദാനുപദ വിവർത്തനം ചെയ്യുക? സൈദ്ധാന്തിക തർജ്ജമകള്, ശാസ്ത്ര പുസ്തകങ്ങള്, വിപണി ഭാഷയിലെ ഉൽപ്പന്ന വിവരങ്ങൾ, ഒരു പ്രോഡക്റ്റിന്റെ വിവരങ്ങൾ, ഇപ്പം അതായത് ആ ഒരു മാർക്കറ്റിലെ പ്രോഡക്റ്റിന്റെ വിവരങ്ങൾ എന്നിവയെല്ലാം പദാനുപദം പരിഭാഷം ചെയ്യുന്നതാണ് ഉചിതം. അല്ലാണ്ട് സാഹിത്യ കൃതികളല്ല. സാഹിത്യ കൃതികൾ അതേ വരി ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമഡിയോ. ഞാൻ പറഞ്ഞല്ലോ, ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആലോചിച്ചാൽ മതി. പക്ഷേ സൈദ്ധാന്തിക തർജ്ജമകൾ, സിദ്ധാന്തങ്ങള്, ശാസ്ത്ര പുസ്തകങ്ങള്, വിപണി ഭാഷയിലെ ഉൽപ്പന്ന വിവരങ്ങൾ, മാർക്കറ്റിലെ പിന്നെ പ്രോഡക്റ്റിന്റെ വിവരങ്ങൾ, അതൊക്കെ നമുക്ക് എന്താ നല്ലത്? ഈ പറഞ്ഞ വേർഡ് ബൈ വേർഡ് തന്നെയല്ലേ നല്ലത്? യെസ്. ഇനി അടുത്ത ടൈപ്പ് തർജ്ജമയാണ് ആശയ തർജ്ജമ. എന്താണ് ആശയ തർജ്ജമ? ശ്രോത ഭാഷയിലെ കൃതിയുടെ ആശയം, ശ്രോത ഭാഷയിലെ കൃതിയുടെ, എന്തായിരുന്നു ശ്രോത ഭാഷ? ഇങ്ങനെ അങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങുള്ളതാണ് ശ്രോത ഭാഷ അല്ലെ. അപ്പൊ ശ്രോത ഭാഷയിലെ കൃതിയുടെ ആശയം ലക്ഷ്യഭാഷയിൽ സമ്പൂർണ്ണമായി അവതരിപ്പിക്കുന്ന രീതിയാണ് ആശയ തർജ്ജമ. നേരത്തെ പറഞ്ഞ പോലെ പദാനുപദം വേർഡ് ബൈ വേർഡ് ഓരോ വാക്കും തർജ്ജമ ചെയ്യും. ആശയ തർജ്ജമ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? വായിച്ച് മനസ്സിലാക്കിയിട്ട് ആ ആശയം മറ്റേ ലാംഗ്വേജിലേക്ക് എടുത്തെഴുതുക. മനസ്സിലായോ? കണ്ടിന്യൂസ് ആയിട്ട് ഈ വരി വാക്ക് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യലല്ല. ക്ലിയർ? ഇനി അടുത്തത് സ്വതന്ത്ര വിവർത്തനം. അതൊന്നുകൂടി അപ്ഡേറ്റഡ് വേർഷൻ ആയിരിക്കും. നോക്കാം. മൂലകൃതിയുടെ ഘടനയോ, അതായത് നമ്മൾ വിവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൃതിയുടെ ഘടനയോ ക്രമങ്ങളോ വ്യത്യാസം വരുത്തിക്കൊണ്ട് അർത്ഥത്തെ സാമാന്യമായി അവതരിപ്പിക്കുക എന്നതാണ് സ്വതന്ത്ര വിവർത്തനത്തിൽ ചെയ്യുന്നത്. സ്വതന്ത്ര വിവർത്തനം, സ്വാതന്ത്ര്യമുണ്ട്. മലയാളത്തിലുള്ളതൊന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ജസ്റ്റ് മലയാളം ഒന്ന് വായിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നു, ഇംഗ്ലീഷിലങ്ങ് എഴുതുന്നു. നേരെ
മലയാളത്തിലുള്ള അതേ വാക്കുകളോ പദങ്ങളോ ഒന്നുമല്ല, മാറ്റി സ്വതന്ത്രമായിട്ടങ്ങ് വിവർത്തനം ചെയ്യുന്നു. ഇനി സ്വതന്ത്ര വിവർത്തനത്തിൽ മൂലകൃതിയിലെ പല ആശയങ്ങളും വാക്യങ്ങളും വിട്ടുകളഞ്ഞെന്ന് വരാം. അതാ ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് എഴുതലാണ്. ഓക്കെ, ഇനി നിങ്ങൾ പറ, ഈ ബാലസാഹിത്യത്തിലും മറ്റും സാധാരണ സാഹിത്യ കൃതികളിലൊക്കെ പദാനുപദ വിവർത്തനം അബദ്ധമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഓരോ വരിയും വിവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ അർത്ഥം തന്നെ അല്പം മാറിപ്പോവും. അപ്പൊ സാഹിത്യത്തിലൊക്കെ ആശയ വിവർത്തനമോ സ്വതന്ത്ര വിവർത്തനമോ പുനരാഖ്യാനമോ ആണ് പൊതുവെ സ്വീകരിച്ചു പോരുന്നത്. വായിച്ചിട്ട് നമ്മുടെ ഭാഷയിൽ ഒന്ന് ആഖ്യാനം ചെയ്യുക എന്ന് പറയുന്ന സാധനങ്ങളാണ് പോരുന്നത്. രൂപഘടനയേക്കാൾ ഒരു കൃതി സംവേദനം ചെയ്യുന്ന ആശയമാണ് ഇവിടെ പരിഭാഷയെ നിയന്ത്രിക്കുന്നത്. വേർഡ് ബൈ വേർഡ് പദാനുപദം പറയുമ്പോഴാണ് അതേ രൂപം. അത് സാഹിത്യത്തിന് ഒക്കൂല. അത് ശാസ്ത്ര ഗ്രന്ഥങ്ങൾക്കും വിപണി പ്രോഡക്റ്റിന്റെ കാര്യങ്ങൾക്കൊക്കെയാണ് അത് നല്ലത്, അതേപോലെ വേണ്ടത്. അതേസമയം ആശയം ട്രാൻസ്ലേഷൻ, ആശയ തർജ്ജമ, സ്വതന്ത്ര വിവർത്തനം, ഈ സാധനങ്ങളൊക്കെ ആണ് നമുക്ക് സാഹിത്യത്തിൽ ഉപയോഗിക്കാൻ നല്ലത്. ഒരു നോവൽ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ കുറച്ചുകൂടി സ്വതന്ത്രമായിട്ട് ഇവിടുത്തെ രീതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം, ഈ ആശയം ചോർന്നു പോവാണ്ട്. അതേപോലെ ആശയ തർജ്ജമ ചെയ്താലും കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി ജോൺ ഡ്രൈഡൻ ഒരു പ്രശസ്തനായ വ്യക്തി കേട്ടോ. ജോൺ ഡ്രൈഡൻ വിവർത്തനത്തെ മൂന്നായി തിരിക്കുന്നുണ്ട്. ജോൺ ഡ്രൈഡന്റെ കാഴ്ചപ്പാടിലെ വിവർത്തനം നോക്കാം നമുക്ക്. ജോൺ ഡ്രൈഡൻ വിവർത്തനത്തെ മൂന്നായി തിരിക്കുന്നു. ഒന്ന് മെറ്റാഫ്രേസ്, രണ്ട് പാരാഫ്രേസ്, മൂന്ന് ഇമിറ്റേഷൻ. ജോൺ ഡ്രൈഡൻ വിവർത്തനത്തെ മൂന്നായി തിരിക്കുന്നു. മെറ്റാഫ്രേസ്, പാരാഫ്രേസ്, ഇമിറ്റേഷൻ. എന്താണ് മെറ്റാഫ്രേസ്? വാക്കിന് വാക്ക്, വരിക്ക് വരി എന്ന മട്ടിലുള്ള വിവർത്തനമാണിത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പദാനുപദ തർജ്ജമയോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗം. അധികം പറയണ്ടല്ലോ. ഇനി ഡ്രൈഡൻ പറയുന്ന പാരാഫ്രേസ് എന്താണ്? മൂലകൃതിയുടെ രചയിതാവിനെ പിന്തുടരുമ്പോഴും വാക്കിന് വാക്ക് പിന്തുടരാതെ അർത്ഥത്തെ പിന്തുടരുന്ന രീതിയാണിത്. എന്ന് വെച്ചാൽ ആശയ തർജ്ജമയോട് ചേർന്ന് നിൽക്കുന്നു. നേരെ ഓരോ വാക്കും തർജ്ജമ ചെയ്യാണ്ട് അത് വായിച്ച് അതിന്റെ ആശയത്തെ ഫോളോ ചെയ്യാം. ഇനി മൂന്നാമത്തത് ഇമിറ്റേഷൻ ആണ് ഡ്രൈഡൻ പറയുന്നത്. ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അനുകരണം എന്നല്ലേ അർത്ഥം. അനുകരണത്തിൽ മൂലകൃതിയുടെ വാക്കുകളെ മാത്രമല്ല അർത്ഥങ്ങളെയും ഉപേക്ഷിക്കുന്നു. പകരം മൂലകൃതിയെ പ്രചോദനമായി കണ്ട്, ഒരു മോട്ടിവേഷൻ ആയിട്ട് കണ്ട് പുതുതായ ഒരു പാഠം സൃഷ്ടിക്കലാണിത്. അപ്പൊ എന്തുമായിട്ട് ഇതിന് സാമ്യം? സ്വതന്ത്ര വിവർത്തനത്തോടാണ് ഇതിന് സാമ്യം. പറഞ്ഞു വന്നത്, ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്ന ആള് വിവർത്തനത്തെ മൂന്നായി തിരിക്കുന്നു. മെറ്റാഫ്രേസ്, പാരാഫ്രേസ്, ഇമിറ്റേഷൻ. മെറ്റാഫ്രേസ് ഏകദേശം നമ്മൾ പറഞ്ഞ പദാനുപദം, വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ തന്നെ. പാരാഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തരം ആശയ തർജ്ജമ തന്നെ. എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറി സ്വതന്ത്രമായിട്ട് ചെയ്യുന്ന ആ ഒരു സ്വതന്ത്ര വിവർത്തനത്തിന്റെ മറ്റുള്ളതാണ് ഡ്രൈഡൻ പറയുന്ന ഇമിറ്റേഷൻ. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. അങ്ങനെയാണെങ്കിൽ ഇനി വിവർത്തനത്തെ കുറിച്ച് പറയാനുള്ളത്, വിവർത്തന പണ്ഡിതനായിരുന്ന അലക്സാണ്ടർ ഫ്രേസർ ടൈറ്റ്ലർ, വിവർത്തന പണ്ഡിതനായിരുന്ന അലക്സാണ്ടർ ഫ്രേസർ ടൈറ്റ്ലർ വിവർത്തനത്തെ സംബന്ധിച്ച് 3 തത്വങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. വിവർത്തനത്തെ സംബന്ധിച്ച് 3 തത്വങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, വിവർത്തനം മൂലകൃതിയിലെ ആശയം സമ്പൂർണമായി അവതരിപ്പിക്കുന്നത് ആയിരിക്കണം. അപ്പൊ ആരാണ്? വിവർത്തന പണ്ഡിതനായിരുന്ന അലക്സാണ്ടർ ഫ്രേസർ ടൈറ്റ്ലർ വിവർത്തനത്തെ സംബന്ധിച്ച് 3 തത്വങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന തത്വങ്ങൾ എന്തൊക്കെയാ? വിവർത്തനം മൂലകൃതിയിലെ ആശയം സമ്പൂർണമായി അവതരിപ്പിക്കുന്നതായിരിക്കണം. എന്നുവെച്ചാൽ മലയാളത്തിലെ കൃതി ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പം കൃതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തരുത്, പൂർണ്ണമായിട്ടും ഈ കൃതി ഇംഗ്ലീഷിലേക്ക് മാറ്റണം എന്ന്. ഓക്കെ, ദെൻ വിവർത്തനത്തിലെ ലേഖന രീതിയും, വിവർത്തനത്തിലെ എഴുത്ത് രീതി, ലേഖന രീതിയും ശൈലിയും മൂലകൃതിയിലെ ലേഖന രീതിയും ശൈലിയും തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഇദ്ദേഹം പറയുന്നത്. മൂലകൃതിയിലെ ലാളിത്യം മുഴുവനും വിവർത്തനത്തിലും ഉണ്ടായിരിക്കണം. അപ്പൊ മൂലകൃതിയെ ഉപേക്ഷിക്കാതെ അതിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വിവർത്തനം നടത്തണമെന്നാണ് വിവർത്തന പണ്ഡിതനായിരുന്ന അലക്സാണ്ടർ ഫ്രേസർ ടൈറ്റ്ലർ വിവർത്തനത്തെ സംബന്ധിച്ച് പറയുന്നത്. ഇനി പ്രശസ്തനായ ഭാഷാശാസ്ത്രജ്ഞനുണ്ട് റോമൻ യാക്കോബ്സൺ. റോമൻ യാക്കോബ്സൺ 3 തരത്തിലുള്ള വിവർത്തന പ്രക്രിയകളെ കുറിച്ചാണ് പറയുന്നത്. റോമൻ യാക്കോബ്സൺ 3 തരത്തിലുള്ള വിവർത്തന പ്രക്രിയകളെ കുറിച്ച് പറയുന്നു. ഏതൊക്കെയാണത്? അന്തർഭാഷാ വിവർത്തനം, ഭാഷാന്തരം, ചിഹ്നാന്തരം. അതായത് റോമൻ യാക്കോബ്സൺ 3 തരത്തിലുള്ള വിവർത്തന പ്രക്രിയകളെ കുറിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നത് പ്രകാരം ആ 3 തരം ഏതൊക്കെയാണ്? അന്തർഭാഷാ വിവർത്തനം, ഭാഷാന്തരം, ചിഹ്നാന്തരം. എന്താണ് ഈ അന്തർഭാഷാ വിവർത്തനം? അന്തർഭാഷ ഉള്ളിൽ തന്നെയാണ്. നോക്കാം. ഒരു ഭാഷയ്ക്ക് അകത്ത് നടക്കുന്ന വിവർത്തനമാണ് അന്തർഭാഷാ വിവർത്തനം. എന്ന് വെച്ചാൽ ഒരു ഭാഷയിലെ കൃതി അതേ ഭാഷയിൽ തന്നെ വിവർത്തനം ചെയ്യാം. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ വിവർത്തന രീതിയിൽ നിന്ന് മാറ്റല്ലേ ഇത്? അതെങ്ങനെയാണ്? ഒരു കവിതയ്ക്ക് ഗദ്യത്തിൽ പരാവർത്തനം എഴുതുന്നത് ഭാഷയ്ക്കകത്ത് ആഭ്യന്തരമായി നടക്കുന്ന വിവർത്തനമാണല്ലോ, അതാ ഉദ്ദേശിച്ചത്. അപ്പൊ അന്തർഭാഷാ വിവർത്തനം എന്താണ്? അന്തർഭാഷ, ഭാഷയ്ക്കകത്ത് തന്നെ, ഒരു ഭാഷയ്ക്കകത്ത് നടക്കുന്ന വിവർത്തനമാണ് അന്തർഭാഷാ വിവർത്തനം. ഒരു കവിത, മലയാളം കവിത, അതിനെ ഞാൻ എന്ത് ചെയ്തു?
പരാവർത്തനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കവിതയുടെ പദ്യം മാറ്റി ഗദ്യ രൂപത്തില് ആശയം ഒട്ടും ചോർന്നു പോകാണ്ട് മലയാളത്തിൽ തന്നെ എഴുതി. അപ്പൊ കവിതയെ വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റി, പക്ഷെ ഭാഷ മാറിയിക്കോ ഇല്ല. അപ്പൊ ആ പദ്യത്തിനെ ഗദ്യത്തിലേക്ക് മാറ്റി ഒരേ ഭാഷയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് എന്ത്? അന്തർഭാഷാ വിവർത്തനം. ഒരു ഭാഷയ്ക്ക് അകത്ത് നടക്കുന്ന വിവർത്തനമാണ് അന്തർഭാഷാ വിവർത്തനം. ഒരു കവിതയ്ക്ക് ഗദ്യത്തിൽ പരാവർത്തനം എഴുതുന്നത് ഭാഷയ്ക്കകത്ത് ആഭ്യന്തരമായി നടക്കുന്ന വിവർത്തനമാണ്. ഒരു കൃതിയെ ആശ്രയിച്ച് അതേ ഭാഷയിൽ ചെറുകഥയും നോവലും നാടകവും എല്ലാം രചിക്കുന്നത് അന്തർഭാഷാ വിവർത്തനത്തിന് ഉദാഹരണമാണ്. മനസ്സിലായല്ലോ? ഒരു ഭാഷയ്ക്ക് അകത്ത് നടക്കുന്ന വിവർത്തനം. അപ്പൊ ആദ്യമായിട്ടൊരു കഥ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഏതെങ്കിലും ഒരു കഥ അത് തന്നെ നാടകമായിട്ട് വരിക, അത് തന്നെ നോവലായിട്ട് വരിക, അത് എന്താണ്? ആ ഭാഷയ്ക്കുള്ളിൽ തന്നെ നടന്നതല്ലേ അല്ലെ? ഒരേ ഭാഷ തന്നെയാണ്. അതാണ് അന്തർഭാഷാ വിവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഷയ്ക്ക് അകത്ത് നടക്കുന്ന വിവർത്തനമാണ് അന്തർഭാഷാ വിവർത്തനം. ഇനി എന്താണ് ഭാഷാന്തരം? എന്താണ് ഭാഷാന്തരം? ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ആശയത്തിന്റെ ആദാനം ചെയ്യുന്നതാണ് ഭാഷാന്തര വിവർത്തനം. ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക്. അതാണ് നമ്മൾ നോർമലി മനസ്സിലാക്കുന്ന ട്രാൻസ്ലേഷൻ. ഓക്കെ, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക്, അങ്ങനെ. അപ്പൊ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് ഒരു കൃതി വിവർത്തനം ചെയ്യുന്നത് ഉദാഹരണം. ഹിന്ദിയിൽ നിന്നൊരു പരസ്യം മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നതും ഭാഷാന്തര വിവർത്തനമാണ്. മനസ്സിലായോ? ഒരു ഭാഷയിൽ നിന്ന് വേറെ ഭാഷയിലേക്കാണല്ലോ. ഇനി മൂന്നാമത് ഒന്നും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ, ഒരു സവിശേഷ ചിഹ്ന വ്യവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് രൂപം മാറ്റുന്നതാണ് ചിഹ്നാന്തര വിവർത്തനം. അദ്ദേഹം പറഞ്ഞ മൂന്നാമത്തത് ചിഹ്നാന്തരമായിരുന്നില്ലേ, ഓമൻ യാക്കോബ്സൺ പറയുന്നത്? അപ്പൊ എന്താ ചിഹ്നാന്തര വിവർത്തനം? ഒരു സവിശേഷ ചിഹ്ന വ്യവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് രൂപം മാറ്റുന്നതാണ് ചിഹ്നാന്തര വിവർത്തനം. അതായത് ഒരു കഥ തിരക്കഥയാകുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. എടാ, കഥയുടെ ആ രൂപമാണോ തിരക്കഥയ്ക്ക്? കഥ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതിപ്പോയി, തിരക്കഥയാകുമ്പോഴത്തേക്ക് സീന് പറയുന്നു, ആളുകളുടെ ഡയലോഗ്, കാര്യങ്ങൾ, അങ്ങനെ ഒരു കഥയ്ക്ക് വേണ്ട ചിഹ്ന വ്യവസ്ഥയാണോ തിരക്കഥയ്ക്ക്? അല്ല. അപ്പൊ ഒരു കഥ തിരക്കഥയാവുന്നത് ആ ചിഹ്നാന്തര വിവർത്തനമാണ്. അപ്പൊ ഒരു സവിശേഷ ചിഹ്ന വ്യവസ്ഥയിൽ നിന്ന്, കഥയുടെ വ്യവസ്ഥയല്ല തിരക്കഥയ്ക്ക്, മറ്റൊന്നിലേക്ക് രൂപം മാറ്റുന്നതാണ് ചിഹ്നാന്തര വിവർത്തനം. ഒരു കഥ തിരക്കഥയാകുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. ഇനി നമുക്ക് ഈ വിവർത്തനത്തിന്റെ കൂടെ തന്നെ പഠിക്കാം അനുകൽപ്പനം, അഡാപ്റ്റേഷൻ. എന്താണ് അനുകൽപ്പനം? ഒരു കൃതി വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതാണ് അനുകൽപ്പനം. അതായത് ഇപ്പൊ മലയാളത്തിൽ മെയിൻ ആയിട്ട് പറയുമ്പോൾ മലയാളത്തിൽ സാഹിത്യ കൃതികൾ ചലച്ചിത്രത്തിൽ ആവിഷ്കരിക്കുന്നതിനെയാണ് അനുകൽപ്പനം എന്ന് പൊതുവെ വിളിക്കുന്നത്. മലയാളത്തിൽ സാഹിത്യ കൃതികൾ ചലച്ചിത്രത്തിൽ ആവിഷ്കരിക്കുന്നതിനെയാണ് അനുകൽപ്പനം എന്ന് പൊതുവെ വിളിക്കുന്നത്. ഉദാഹരണം ആടുജീവിതം നോവല്, അത് ആടുജീവിതം സിനിമയായി വന്നല്ലോ, അനുകൽപ്പനം, അഡാപ്റ്റേഷൻ. മഴ എന്ന് പറയുന്ന സിനിമ, അത് ഏതിന്റെ അഡാപ്റ്റേഷൻ ആണ്? മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറയുന്ന കഥയുടെ അനുകൽപ്പനാണല്ലോ. അങ്ങനെ ഈ ഒരു രീതിയിലുള്ള കൃതി വേറൊരു രീതിയിലേക്ക് മാറ്റുന്നതാണ് എന്ത്? അനുകൽപ്പനം. മഹാഭാരത കഥയുടെ സീരിയൽ ആവിഷ്കാരം അനുകൽപ്പനമാണ്. മഹാഭാരതം കഥയാണല്ലോ, അതിനെ സീരിയലാക്കി വേറെ ഫോർമാറ്റിലേക്ക് മാറ്റി, അനുകൽപ്പനമാണ്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ നാടകമായി അവതരിപ്പിക്കുന്നതും എന്താണ്? അനുകൽപ്പനമാണ്. നോവൽ നാടകം വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പൊ വിവർത്തനത്തിന്റെ ക്ലാസ്സും അതുപോലെ അനുകൽപ്പനവും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ താഴെ കാണുന്ന ലിങ്കിലൂടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ, നോട്ടൊക്കെ തരാട്ടോ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്